ഹായ്, ഞാനിന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നത്. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് വന്നു. ചോറ് വയ്ക്കാനുള്ള പരിപാടിയെല്ലാം ആദ്യം നോക്കി. അത് കഴിഞ്ഞിട്ട് ബ്രഷൊക്കെ ചെയ്തിട്ട് ഞാൻ ഒരു കാപ്പി ഉണ്ടാക്കാമെന്ന് കരുതി. ഞാൻ അങ്ങനെ രാവിലെ കാപ്പിയും ചായ അങ്ങനെയൊന്നും കുടിക്കാറില്ല. പിന്നെ ഇന്ന് ഒരു കാപ്പി കുടിക്കാൻ തോന്നി, അങ്ങനെ കാപ്പി ഉണ്ടാക്കി. കുഞ്ഞിന് ഇതൊന്നും ഇഷ്ടമല്ല, അവന് പാൽ കുടിക്കും, അല്ലാണ്ട് വേറൊന്നും അവന് ഇഷ്ടമല്ല. അങ്ങനെ ഞാൻ കാപ്പിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കുഞ്ഞിന് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് ഞാനും കഴിച്ചു. അത് കഴിഞ്ഞിട്ട് മീൻ വെട്ടാനായിട്ട് പോയി. മീൻ വെട്ടാൻ പോയപ്പോഴത്തേക്ക് ആളെൻ്റെ കൂടെ ഓടി വന്ന് അവിടെയൊക്കെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് 2 പൂച്ചക്കുഞ്ഞുങ്ങൾ ഓടി വരുന്ന കണ്ടിട്ട് അവരെ അടിക്കാൻ വേണ്ടിയിട്ട്, അവരെ ഓടിക്കാൻ വേണ്ടിയിട്ട് വടിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് അവരെ ഓടിച്ച് കളയാണ്. അങ്ങനെ പിന്നെ കുറേ നേരം എൻ്റെ കൂടെ നിന്നു. മീനിനകത്ത് കൈയിടാനൊക്കെ വന്ന് ഞാൻ പെട്ടെന്ന് മീൻ വെട്ടിക്കൊണ്ട് പോരുന്നു. അങ്ങനെ പിന്നെ വെയിൽ വന്നപ്പോഴത്തേക്ക് ഞാൻ കുറേ തുണികളൊക്കെ എല്ലാം ഒന്ന് വിരിച്ചിട്ടു. കഴുകിയ തുണികളെല്ലാം ഒന്ന് ഉണങ്ങാനായിട്ട് വിരിച്ചിട്ട് കഴിഞ്ഞിട്ട് അകത്ത് പോയി മീൻ വറക്കാനുള്ള മസാലയെല്ലാം പുരട്ടി പെട്ടെന്ന് തന്നെ മീൻ വറുത്തെടുത്തു. അത് കഴിഞ്ഞിട്ട് മീൻ വറുത്ത് കഴിഞ്ഞിട്ടും പെട്ടെന്ന് മീൻ കറി വയ്ക്കാനായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ റെഡിയാക്കിയിട്ട് അതിട്ട് പെട്ടെന്നൊന്ന് മസാലയൊക്കെ ഇട്ട് ഒന്ന് വേഗം ഒന്ന് മീൻ കറി വെച്ചെടുത്തു. പിന്നെ ഒരു തോരൻ വയ്ക്കാനായിട്ട് പയറരിഞ്ഞ്, പയറും സവാളയും അരിഞ്ഞിട്ട് അതിലേക്ക് തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയും ഉപ്പും എല്ലാം ഇട്ടൊന്ന് പുരട്ടി വെച്ച് കടുക് പൊട്ടിച്ച് അതൊന്നിട്ട് ഇളക്കി ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുത്തു. പിന്നീട് കുഞ്ഞിനെ കുളിപ്പിക്കാനായിട്ട് പോയി. കുഞ്ഞിനെ കുളിക്കുന്നതൊന്നും ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് നല്ല രീതിയിൽ ഇരുന്ന് ചിരിച്ച് കുളിക്കുകയാണ്. അപ്പോൾ ഞാൻ ബാത്റൂമിൽ ഇരുത്തിയും കുളിപ്പിക്കും, അല്ലാതെ പുറത്തിരുത്തി ഇങ്ങനെയും കുളിപ്പിക്കും. കുളിക്കുന്നതൊന്നും ഇഷ്ടമല്ല. പിന്നെ ചോറ് കഴിക്കാനായിട്ട് കൊണ്ടുവന്നു. ചോറ് ഒരു തരത്തിൽ കഴിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ മീൻ മാത്രം മതിയെന്നും പറഞ്ഞിരിക്കുകയാണ്. ഞാൻ നിർബന്ധിച്ച് എങ്ങനെയെങ്കിലും ചോറ് കൊടുക്കാൻ നോക്കുന്നുണ്ട്. ചോറ് കഴിക്കാതെ തന്നെ മീൻ മാത്രം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇടയ്ക്ക് 2-3 വട്ടം ചോറൊക്കെ കഴിച്ചിട്ട് പിന്നെ ആൾ വീണ്ടും കളിക്കാൻ പോയി. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് കളിപ്പാട്ടങ്ങളെല്ലാ സാധനങ്ങളും വാരിയിട്ടേക്കുവാണ്. ഞാൻ പിന്നെ റൂമെല്ലാം ഒന്ന് വൃത്തിയാക്കി കളിപ്പാട്ടങ്ങളെല്ലാം ഒന്ന് എടുത്ത് വെച്ചിട്ട് ഞാനും ഫുഡ് കഴിച്ചു. പിന്നെ ബാക്കി പാത്രങ്ങളും കഴുകി. അപ്പോഴത്തേക്ക് ഉറക്കം വരുന്നെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുഞ്ഞിനെ ഉറക്കി കിടത്തി. പിന്നെ ഞാൻ കുളിക്കാൻ പോയിട്ട് വന്നിട്ട് നോക്കിയപ്പോഴത്തേക്ക് ആൾ തിരിഞ്ഞു കിടന്നു. പിന്നെ ചേട്ടന് ഇച്ചിരി കാപ്പിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാനും കുഞ്ഞും കൂടെ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. കുഞ്ഞിന് ചെറിയൊരു ചുമയുണ്ട്. അങ്ങനെ ഒന്ന് നെബുലൈസ് ചെയ്യിക്കാനായിട്ട് കൊണ്ടുപോയതാണ്. ആൾ കുഞ്ഞായിരുന്നപ്പോൾ നെബുലൈസ് ചെയ്യും ഭയങ്കര കരച്ചിലായിരുന്നു. ഇപ്പോൾ ദാണ്ട കൂളായിട്ടിരുന്ന് നെബുലൈസ് ചെയ്യുന്നുണ്ട്.